അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് മിസ് നിങ്ങൾക്കൊരു പുതിയ ലെസനായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ ലെസൺ എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ലെസനോട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മുടെ പുതിയ ലെസൺ. നമ്മുടെ കഴിഞ്ഞ ലെസണിൽ ഒരു കാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വന്നാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിൽ കുറേ അസുഖങ്ങളുടെ പേര് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയാനുള്ള വെച്ചാൽ ഈ അസുഖങ്ങൾ വരുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ഈ അസുഖങ്ങൾ പരത്തുന്ന ആൾക്കാരെ നമുക്ക് അവരെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. അവരെങ്ങനെ നമുക്ക് ഓടിച്ച് കളയാം, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന ആശാമാർ, നമുക്ക് നോക്കിയാൽ ആരൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് അവരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മുടെ ഇന്നത്തെ ലെസണിൽ പറയാൻ പോണത്. അപ്പോൾ മിസ് ആദ്യ ലെസൺ ഒന്ന് വായിച്ചു തരാം കേട്ടോ. സലാസത്തു അസ്ദിഖാ കാനൽ ഫഉറു വദ്ദുബാബു വൽബഊലു അസ്ദിഖാ യൗമൻ ഖറജു ലിത്വലബി الطعام حافظ على نظافة البيئة واترك على البغول تبيل البغول في المياه الراكدة البغول سبب لانتشار الأمراض ماذا أفعل كيف أحصل الدماء لا تأكل الأطعمة المكشوفة غطي الطعام وابعد الذباب اشرب الماء النقي تعال نشارك الطعام ونوزع الأمراض لا أنا أحتاج إلى الدم أذهب إلى البالوعة أطير طلبا للماء الملوث أسرع إلى الأوساخ لا حياة لنا في هذا المكان. ഈ ലെസൺ മക്കൾക്ക് എന്തെങ്കിലും മിസ് വായിച്ച് പിടുത്തം കിട്ടിയോ? ഓക്കെ, ഇവിടെ നമ്മൾ മിസ് പറഞ്ഞല്ലോ അസുഖങ്ങൾ വരുത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് നമുക്ക് അല്ലേ. അങ്ങനെ അസുഖങ്ങൾ പരത്തുന്ന 3 കൂട്ടുകാരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഈ ലെസണിൽ പഠിക്കാൻ പോണത്. ഒന്നാമത്തെ ആൾ ആരാണ്? നമ്മുടെ മൊസ്കിറ്റോ അല്ലേ. മൊസ്കിറ്റോ എങ്ങനെയാണ് അസുഖം പരത്തുന്നത്? ഒരു ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലോട്ട് പോയിരിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ ആൾ ആരാണ്? നമ്മുടെ ആരാണ് ഈച്ച അല്ലേ. ഒന്നാമത്തെ ആൾ കൊതുകാണെങ്കിൽ രണ്ടാമത്തെ ആൾ ഈച്ചയാണ്. ഈച്ച എങ്ങനെയാണ് അസുഖം പരത്തുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നിരുന്നിട്ട് അല്ലേ. അപ്പോൾ ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ വയറ്റിലോട്ട് അണുക്കൾ പോവും. ഇനി മൂന്നാമത്തെ ആളാരാണ്? നമ്മുടെ എലി, റാറ്റ്, ഫഇറാണ്. അപ്പോൾ ഈ 3 കൂട്ടുകാരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, നമ്മുടെ ഈ ലെസണിൽ പഠിക്കാൻ പോണത്. അങ്ങനെ കാനൽ ഫഉറു വദ്ദുബാബു വൽബഊലത്തു അസ്ദിഖാഉം. കാനൽ ഫഉറു എലിയും, വദ്ദുബാബു ഈച്ചയും, വൽബഊലത്തു കൊതുകുൻ, അസ്ദിഖാഉൻ കൂട്ടുകാരാണ്. യൗമൻ ഒരു ദിവസം, ഖറജു അവർ പുറപ്പെട്ടു, ലിത്വലബി ത്വആം ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്. അതായത് കൊതുകും ഈച്ചയും എലിയും കൂടിയിട്ട് എന്ത് ചെയ്തു, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പുറപ്പെട്ടു. അപ്പോഴാണ് ഒരു ബോർഡ് അവർ കാണുന്നത്. ആ ബോർഡിലാണെങ്കിലോ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുകയാണ്. എന്താണ് ആ വാക്കുകൾ? ഹാഫിൽ അലാ നലാഫത്തിൽ ബിഅ വത്റദുൽ ബഊൽ. ഹാഫിൽ അലാ നലാഫത്തിൽ ബിഅ, നിങ്ങൾ എന്ത് ചെയ്യുക, പരിസരം ശുചീകരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. അതായത് പരിസരം എന്ത് ചെയ്യുക, നിങ്ങൾ വൃത്തിയാക്കുക, വൃത്തികേടാക്കാതെ സൂക്ഷിക്കുക.
വത്തുറുദുൽ ബൗല, നിങ്ങൾ എന്ത് ചെയ്യുക, കൊതുകിനെ ആട്ടി ഓടിക്കുക. തുറതാന്ന് വെച്ചാൽ നമ്മൾ ആട്ടിപ്പായിക്കാന്നറിയില്ല, ആട്ടി ഓടിക്കുക. അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നത്? തബീലുൽ ബൗലു, കൊതുക് മുട്ടയിടുന്നു. ഫിൽ മിയാഹി റാക്കിദ, കെട്ടിക്കിടക്കുന്ന വെള്ളം. റാക്കിദ എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. അടുത്ത സെൻറ്റൻസോ, അൽ ബൗലു, കൊതുക് സബബുൻ, കാരണക്കാരനാണ്. ലി ഇന്തിഷാരിൽ അമ്രാദ്, അസുഖങ്ങൾ പരത്തുന്ന ഒരാൾ. അതിന് കാരണക്കാരൻ ആരാണ്? കൊതുകാണ്. ഇങ്ങനെ 3 സെൻറ്റൻസുകൾ എഴുതിയ ഒരു ബോർഡ് ആര് വായിക്കുന്നു? നമ്മുടെ കൊതുക് വായിച്ചു. അപ്പോൾ നമ്മൾ കൊതുക് പറയണ കേട്ടോ, മാതാ ഫൂലു, ഞാൻ ഇനി എന്തു ചെയ്യും? കൈഫ അസുലുദ്ദമ, എനിക്കിനി എവിടുന്ന് ബ്ലഡ് കിട്ടുക? അതായത് കൊതുക് വന്നിരുന്ന എന്താ ചെയ്യണത്? നമ്മുടെ ശരീരത്തിലുള്ള രക്തം വലിച്ചെടുക്കുന്നു അല്ലേ. എന്നിട്ട് ഇതെന്ത് ചെയ്യും? അപ്പോൾ ഒരു അസുഖമുള്ള ഒരാളുടെ ശരീരത്തിൽ വന്നിട്ട് അത് വലിച്ചെടുത്തിട്ട് അസുഖമില്ലാത്ത ഒരാളുടെ മേൽ ചെന്നിരുന്നാൽ ആ ബ്ലഡ് അയാളുടെ ശരീരത്തിലാവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ അസുഖമുള്ള ആളുടെ ബ്ലഡ് ഇയാളിട്ട് പോയാലോ അയാളുടെ അസുഖമില്ലാത്ത ഒരാൾക്കും വരുന്നു അല്ലേ. അപ്പോൾ ഈ ബോർഡ് വായിച്ചപ്പോൾ കൊതുകിന് ആകെ വിഷമമായ ഒരു കൊതുക് പറഞ്ഞ്, അയ്യോ ഞാനിനി എന്ത് ചെയ്യും? എനിക്കിനി എവിടെ നിന്നാണ് ബ്ലഡ് കിട്ടുക? അപ്പോഴുണ്ടാ നമ്മുടെ ഈച്ച അടുത്ത ബോർഡ് കണ്ടു. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ലാ തൗക്കുലുൽ മക്ഷൂഫത്ത, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. ലാ തൗക്കുൽ, നിങ്ങൾ ഭക്ഷിക്കരുത്. അൽ അത്തഇമത്തൽ മക്ഷൂഫ, തുറന്നു വെച്ച. മക്ഷൂഫ എന്ന് വെച്ചാൽ എന്താ പറയുക, തുറന്ന് വെക്കുക. അതായത് ഇത് മൂടി വയ്ക്കാതെ അടച്ചു വയ്ക്കാതെ ഓപ്പണായിട്ട് കിടക്കുന്ന. അതായത് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഫുഡ് എന്ത് ചെയ്യുക, അടച്ചു വയ്ക്കാതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തുറന്നു വെച്ച ഭക്ഷണ സാധനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈച്ച വന്നിരിക്കുക അല്ലേ. അപ്പോൾ ഈച്ച ഈ സെൻറ്റൻസ് വായിക്കുകയാണ്, തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കരുത്. അടുത്ത എന്താ സെൻറ്റൻസ്? ഓത്തിത്വാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം മൂടി വയ്ക്കുക. ഒത്താന്ന് വെച്ചാൽ അടച്ചു വയ്ക്കുക, മൂടി വയ്ക്കുക. വബഗദി ദുബാബ്, നിങ്ങൾ ഈച്ചയെ അകറ്റുക അല്ലേ. അടച്ചു വെച്ച ഭക്ഷണത്തിന് എന്ത് ചെയ്യില്ല? ഈച്ച വന്നിരിക്കില്ല. അപ്പോൾ ഒത്തിത്താം, ഭക്ഷണം നിങ്ങൾ മൂടി വയ്ക്കുക. വബഗദി ദുബാബ്, ഈച്ചയെ നിങ്ങൾ അകറ്റുക. മൂന്നാമത്തെ എന്താണ്? ഇഷ്റബ്, നിങ്ങൾ കുടിക്കുക. അൽ മാ ഉന്നക്കി, ശുദ്ധമായ വെള്ളം. ശുദ്ധമായ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക? കുടിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ ശുദ്ധമായ വെള്ളം വെച്ചാൽ എന്ത് ചെയ്യണം? എന്ത് വെള്ളം നമ്മൾ കുടിക്കേണ്ടത്? നന്നായി തിളപ്പിച്ചാറിയ വെള്ളമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുടിക്കണം. പച്ചവെള്ളം കുടിക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? തിളപ്പിച്ച് ആറിയിട്ട് അതിലത്തെ അണുക്കളൊക്കെ പോയത് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അപ്പം തിളപ്പിക്കുമ്പോഴോ അണുക്കളൊക്കെ നശിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളം ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? കുടിക്കുക കേട്ടോ. അപ്പോൾ ഈ 3 സെൻറ്റൻസ് നമ്മുടെ ഈച്ച വായിച്ചു. എന്താണ് ഈച്ച വായിച്ചത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കഴിക്കരുത്. രണ്ടാമത്തതോ, നിങ്ങൾ ഭക്ഷണം മൂടി വയ്ക്കുക, ഈച്ചയെ അകറ്റുക. മൂന്നാമത്തത് ഇഷ്റബ് അൽമാ ഉന്നക്കി, നിങ്ങൾ പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളം കുടിക്കുക. ഇത് നമ്മുടെ ഈച്ച വായിച്ചപ്പോൾ നമ്മുടെ ഈച്ച പറയാണ്, അമൂത്തു ജുവൻ, ഞാൻ എന്ത് ചെയ്യുന്നു? വിശന്ന് മരിച്ചു പോവും. ആര് പറയണ്? നമ്മുടെ ഈച്ച പറഞ്ഞു. അമൂത്തു ജുവൻ, ഞാൻ വിശന്നിട്ട് എന്ത് ചെയ്യും? മരിച്ച് പോകും. അങ്ങനെ ഇതും വായിച്ചു. കൊതുക് ആ ബോർഡും വായിച്ചു. നമ്മുടെ ഈച്ച രണ്ടാമത്തെ ബോർഡും വായിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ പിക്ചർ കണ്ടാൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഈച്ചകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വരുന്നത് കണ്ടപ്പോൾ അതിലൊരു ഈച്ച പറഞ്ഞു, എന്ത്? താൽ, നിങ്ങൾ വായോ നുഷാരിക്ക് ഫി താം, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭക്ഷണം പങ്കിട്ടെടുക്കാം. വനുവസിഉൽ അമ്ര, നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങൾ പരത്താം. നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പരത്താം. എല്ലാവരും ഇങ്ങോട്ട് വായോ, നമുക്ക് ഈ ഭക്ഷണത്തിൽ പങ്കുചേരാം. അപ്പം നമ്മുടെ ഈ കൊതുക് പറഞ്ഞു, ഞാനില്ല. അനഹ്താജു ഇല ദം, എനിക്കെന്താ വേണ്ടത്? ബ്ലഡാണ് വേണ്ടത്. എനിക്കിതുപോലെ ഭക്ഷണ സാധനങ്ങളൊന്നല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ബ്ലഡാണ്, രക്തമാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഈച്ച എന്ത് ചെയ്തു? കൊതുക് എന്ത് ചെയ്തു? അങ്ങോട്ട് പോയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഈച്ച അങ്ങോട്ട് പോയി.
അങ്ങനെ കുറച്ച് അവർ നടന്നു വരുമ്പോൾ കണ്ടു കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പരിസരമെല്ലാം അടിച്ചു വാരി തീയിടുന്നത് കണ്ടു അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ ഫൗറിന് എലിക്കും കഷ്ടത്തിലായി. അപ്പോൾ എലി എന്ത് പറഞ്ഞു, അദ്ഹബു ഇലൽ ബാലുവ, ഞാൻ വല്ല അഴുക്കുചാലിലേക്ക് അങ്ങാനും പോട്ടെ, ഇവിടെ ഒന്നും രക്ഷയില്ല. ഏതെങ്കിലും ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ, ബാലുവ മീൻസ് അഴുക്കുചാൽ കേട്ടോ, ഓട അതൊക്കെ പറയും, അങ്ങോട്ട് പോട്ടെ എന്നറിയും. അതീറു തലബൻ ലിൽ മായിൽ മുലവസ്. അപ്പം നമ്മുടെ ഈച്ച പറഞ്ഞു, ഞാൻ വല്ല ഡേർട്ടി വാട്ടർ, കേടായ വല്ല വെള്ളം അങ്ങനെ എവിടെയെങ്കിലും കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഈച്ച പറഞ്ഞു, അസറ ഇലൽ അക്സ, ഞാൻ എന്ത് ചെയ്യട്ടെ, വല്ല മാലിന്യങ്ങൾ വല്ലയിടത്തും കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ. എന്നിട്ട് ഇവർ 3 പേരും പറയണല്ല, ഹയാത്തലന ഫി ഹാദൽ മക്കാൻ, നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല, ല ഹയാത്തലന, നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഫി ഹാദൽ മക്കാൻ, ഈ സ്ഥലത്ത്. അതായത് ഈ ഈച്ചേനകറ്റാൻ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കൊതുകിനകറ്റാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, എലിയകറ്റാൻ എന്ത് ചെയ്യുന്നുണ്ട് അവർ, അവിടെയുള്ള ഓടകളും അതുപോലെ പരിസരവും ഒക്കെ അവർ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈച്ചക്കോ എലിക്കോ കൊതുകിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഭാഗത്ത് താമസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം, പരിസരമെല്ലാം വൃത്തിയാക്കുക. അതുപോലെ നമ്മൾ വീടിൻ്റെ പരിസരത്തങ്ങാനും എന്ത് ചെയ്യട്ടെ, വല്ല കെട്ടിക്കിടക്കുന്ന വെള്ളമോ, നമ്മളിങ്ങനെ ഹെൽത്തി എന്നൊക്കെ, ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഹെൽത്തി എന്നൊക്കെ ആൾക്കാർ വരും, നിങ്ങളെ വീട്ടിൽ പരിസരത്ത് അങ്ങനെ ചിരട്ടയോ ചകിരിയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കമഴ്ത്തിയിടണം, അല്ലെങ്കിൽ വല്ല വേസ്റ്റ് പാത്രത്തിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴുക്കി കളയണം, കൊതുക് അതിലാണ് മുട്ടയിടുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഹെൽത്തി എന്നൊക്കെ ആൾക്കാർ നമ്മൾ വീട്ടിൽ വന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെയാണ് ആര് മുട്ടയിടുന്നത്, കൊതുക് മുട്ടയിടുന്നത്. അതുപോലെ നമുക്ക് അസുഖം പരത്താനുള്ള ഒന്നാമത്തെ ഒരാളാണ് ആര്, നമ്മുടെ കൊതുക്. ഇനി ഈച്ചയുടെ കാര്യം പറയുകയാണെങ്കിലോ, ഈച്ച നമുക്ക് എങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഈച്ച അസുഖം വരുത്തുന്നത്. നമ്മൾ ഭക്ഷണമൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈച്ച വന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈച്ച വന്നിരുന്നാൽ അതിൽ അണുക്കൾ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അണുക്കൾ എന്ത് ചെയ്യും, നമ്മളെ വയറ്റിലോട്ട് പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് പെയിനൊക്കെ വരും അല്ലേ. ഇനിയും അതുപോലെ വെള്ളത്തിൽ ഇതുപോലെ അണുക്കൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യണം, ശുദ്ധമായ വെള്ളം കുടിക്കുക അല്ലേ. വെള്ളം മിസ് പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, എലി ഉണ്ടല്ലോ, ഈ ചപ്പ് ചവറ് കൂനയിലും അതുപോലെ ഈ നമ്മൾ ഹോളിലൊക്കെ ഇല്ല, ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു മുറ്റത്തൊക്കെ കുഴി ഉണ്ടാക്കിയിട്ടും അതുപോലെ നമ്മൾ വിറകൊക്കെ കൂട്ടിയിടൂല, അതിൻ്റെ ഉള്ളിലൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ എലി വന്നിരിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി തീയിട്ട് വൃത്തിയായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, എലിക്കും പറ്റില്ല. അങ്ങനെ അവസാനം നമ്മുടെ എലിയും കൊതുകും ഈച്ചയൊക്കെ എന്ത് ചെയ്തു, അവർ ഇതുപോലെ അവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പരിസരവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവർക്ക് ഈച്ചക്കോ എലിക്കോ കൊതുകിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, നമ്മളുടെ ശരീരം മാത്രം നമ്മൾ വൃത്തിയാക്കിയാൽ പോരാ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതായിരിക്കണം, നമ്മൾ താമസിക്കുന്ന പരിസരം എന്തുണ്ടാവണം, ശുചിയായിരിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഒരു അഡ്വൈസ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, രോഗം വരാതെ സൂക്ഷിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ രോഗം വരാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ശരീരം മാത്രം വൃത്തിയായാൽ പോരാ, നമ്മൾ താമസിക്കുന്ന പരിസരവും എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ നല്ല ശുചിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, കെമിക്കലില്ലാത്ത ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി നമ്മൾക്ക് അസുഖത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മോചിതരാവാം. ഓക്കെ. ഈ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് മക്കൾക്ക് തനിയെ ചെയ്യേണ്ടതാണ് കേട്ടോ. അതെന്താ വെച്ചാൽ മിസ്സ് ഈ 8 സെൻറ്റൻസ് നമ്മൾ തന്നിട്ടുണ്ട്. ഈ 8 സെൻറ്റൻസിൽ ട്രൂ ഉണ്ട് ഫോൾസും ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിലും EVSലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ട്രൂവിനെ അറബിയിൽ പറയുന്നത് സ്വഹീഹ, ശരിയായത്. ഫോൾസിന് എന്താ, അപ്പോൾ തെറ്റായ എന്താ പറയുക അറബിയിൽ, ഖാത്തിഅ. അപ്പം മിസ്സ് ഈ 8 സെൻറ്റൻസ് മിസ്സ് വായിച്ചു തരും. അതിൽ
ഏതാണോ ട്രൂ ആയത് അത് സ്വഹീഹിന് താഴെ എഴുതണം, ഏതാണോ ഫോൾസ് ആയത് അത് ഖാത്തിഇന് താഴെ മക്കൾ എഴുതണം. അപ്പം മിസ്സ് പറയുമ്പോൾ സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേട്ടിട്ട് എന്ത് ചെയ്യുക, ആദ്യം ട്രൂ ഓർ ഫോൾസ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഏതാണ് ട്രൂ ആയത് അത് സ്വഹീഹിൻ്റെ താഴെയും അതിലേതാണ് ഫോൾസ് ആയ സെൻറ്റൻസ് അത് എന്ത് ചെയ്യുക, ഖാത്തിഇന് താഴെയും എഴുതുക. അപ്പോൾ ഒന്നാമത്തെ മിസ്സ് വായിക്കാം. അൽ ബഗൂലു സബബുൻ ലി ഇന്തിഷാരിൽ അംറാദ്. കൊതുക് അസുഖങ്ങൾ പരത്തുന്നതിന് ഒന്നാമത്തെ കാരണക്കാരനാണ് അല്ലേ. കൊതുക് അസുഖങ്ങൾ പരത്താനൊരു കാരണക്കാരാണ്. അത് ശരിയാണെങ്കിൽ സ്വഹീഹിൻ്റെ അവിടെ എഴുതുക, തെറ്റാണെങ്കിൽ ഖാത്തിൻ്റെ അവിടെ എഴുതുക. ഇനി രണ്ടാമത്തത് അൽ ദുബാബു തബീലു ഫിൽ മിയാഹി റാക്കിദ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈച്ച മുട്ടയിടുന്നത്. ദുബാബ് ഈച്ച, തബീലു മുട്ടയിടുന്നു, ഫിൽമിയാഹി റാക്കിദ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. അത് ശരിയാണെങ്കിൽ സ്വഹീഹിൻ്റെ അവിടെ എഴുതുക, തെറ്റാണെങ്കിലോ ഖാത്തിൻ്റെ അവിടെ എഴുതുക. ലാ തഅക്കുലുൽ അത്ഇമത്തൽ മക്ഷൂഫ. ഇനി മൂന്നാമത്തത് ലാ തഅക്കുൽ അത്ഇമത്ത അൽ മക്ഷൂഫ. തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കഴിക്കരുത്. ഓക്കെ. ഇനി നാലാമത്തത് ഗത്തിത്താം. ഭക്ഷണം നിങ്ങൾ മൂടി വയ്ക്കുക. വബഗദി ദുബാബ്. ഈച്ചയെ അകറ്റുക. ഇനി അഞ്ചാമത്തത് യശ്റബു അദ്ദുബാബു അദ്ദമ. യശ്റബു കുടിക്കുന്നു, അദ്ദുബാബു ഈച്ച, അദ്ദമ ബ്ലഡ്. ഈച്ച ബ്ലഡ് അതായത് രക്തം കുടിക്കുന്നു. ശരിയാണെങ്കിൽ സ്വഹീഹിൻ്റെ അവിടെ എഴുതുക, തെറ്റാണെങ്കിൽ ഖാത്തിൻ്റെ അവിടെ സെൻറ്റൻസ് എഴുതാം. ഇനി ആറാമത്തത് അൽ മാഉ നഖിയുൻ സ്വാലിഹും ലിഷുർബി. അൽ മാഉ നഖിയും ശുദ്ധമായ വെള്ളം, സ്വാലിഹുൻ നല്ലതാണ്, ലിഷുർബി കുടിക്കാൻ ഏറ്റവും നല്ലത് ശുദ്ധമായ വെള്ളമാണ്. ഇനി ഏഴാമത്തത് തഈഷുൽ ഫീറാനു. എലികൾ ജീവിക്കുന്നു, ഫിൽ ബാലുഅത്തി അഴുക്കുചാലിൽ. അഴുക്കുചാലിലാണ് എലികൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. ഇനി എട്ടാമത്തത് യുഹിബു ദുബാബു. ഈച്ച ഇഷ്ടപ്പെടുന്നു, അന്നല്ലാഫത്ത വൃത്തിയെ ഈച്ച ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സ്വഹീഹായത് അത് സ്വഹീഹിന് താഴെയും ഇതിലേതൊക്കെയാണോ ഖാത്തി ആയത് അതെന്ത് ചെയ്യണം, ഖാത്തിന് താഴെയും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസന്. അപ്പം അതിൽ പറയുന്നത് 3 കൂട്ടുകാരെ കുറിച്ച്, നമ്മുടെ കൊതുക്, ഈച്ച, എലി അല്ലേ. അപ്പോൾ അവർ കാണുന്ന കാഴ്ചകളും അവർ കാണുന്ന ബോർഡുകൾ. അപ്പോൾ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് മക്കൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. അപ്പോൾ മക്കൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. പിന്നെ ഗൂഗിൾ മീറ്റൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ കറക്റ്റായിട്ട് എഴുതണം. അതുപോലെ തന്നെ നോട്ട് എന്ത് ചെയ്യണം, എഴുതിയവർ കറക്റ്റായിട്ട് മിസ്സിന് എന്ത് ചെയ്യണം, അയച്ചുതരണം. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുക, നോട്ട്സൊക്കെ മിസ്സിന് അയച്ചു തരിക.